മത്സ്യബന്ധനത്തിനിടയിൽ അപകടകാരിയായ ബറക്കുട മത്സ്യത്തിൻ്റെ കുത്തേറ്റ് അതീവ ഗുരുതരമായി പരിക്കേറ്റയാളെ ജീവിതത്തിലേക്ക് എത്തിച്ച് കൊച്ചി അമൃത ആശുപത്രി. രാത്രിയിൽ കടലിനടിയിലെ മത്സ്യബന്ധനത്തിനിടയിലാണ് മാലിദ്വീപ് സ്വദേശിയായ 32 വയസ്സുള്ള യുവാവിനെ ടൈഗർ ഫിഷ് ഗണത്തിൽപ്പെടുന്ന ബറക്കുട മത്സ്യം ആക്രമിച്ചത്. സ്ഥിതി ഗുരുതരമായതിനെ തുടർന്ന് എയർലിഫ്റ്റ് ചെയ്ത് കൊച്ചി അമൃത ആശുപത്രിയിൽ എത്തിക്കുകയായിരുന്നു. കഴുത്തിന് പിറകിൽ മത്സ്യത്തിൻ്റെ പല്ല് സുഷുമ്നാ നാഡിയിൽ തറച്ചതിനാൽ യുവാവിൻ്റെ ഇടത് കൈയും കാലും തളർന്ന അവസ്ഥയിലായിരുന്നു. തുടർന്ന് നടത്തിയ വിദഗ്ധ പരിശോധനയിൽ കഴുത്തിലെ സുഷുമ്നാ നാഡിയിൽ മത്സ്യത്തിൻ്റെ പല്ലിൻ്റെ 10ലധികം ഭാഗങ്ങൾ തറച്ചതായി കണ്ടെത്തി. ന്യൂറോ സർജറി വിഭാഗം മേധാവി ഡോക്ടർ സജേഷ് മേനോൻ്റെയും ഡോക്ടർ ഡാൽവിൻ തോമസിൻ്റെയും മൻസൂറിൻ്റെയും ഡോക്ടർ ഗോകുൽദാസിൻ്റെയും നേതൃത്വത്തിലായിരുന്നു ശസ്ത്രക്രിയ. ഇത്തരത്തിലെ അതിസങ്കീർണമായ ശസ്ത്രക്രിയ ന്യൂറോ സർജറിയിൽ അത്യപൂർവമാണെന്ന് ഡോക്ടർമാർ വിലയിരുത്തുന്നു. ഒരു ലൈറ്റിൻ്റെ ഒരു പ്രഭാവത്തിൽ ഒരു ബറക്കൂട മത്സ്യം വന്ന് ആക്രമിക്കുകയും കഴുത്തിൻ്റെ പിന്നിൽ വന്ന് കുത്തി ആ കഴുത്തിൻ്റെ പിന്നിൽ ഒന്നാമത്തെ രണ്ടാമത്തെ എല്ലിൻ്റെ ഇടയിൽ കൂടെ പോയി ഈ കുത്തിയ മീനിൻ്റെ മുൻഭാഗത്തെ പല്ലുകളെല്ലാം സുഷുമ്നാഡിയിലെ ഉള്ളിൽ പൊട്ടി ഇരിക്കുകയായിരുന്നു. ഇങ്ങനത്തെ ഒരു സ്ഥിതിയിൽ ജീവനോടെ ആശുപത്രിയിൽ എത്തിയ ഒരാളുടെ ചരിത്രം ലോകത്തിലില്ല. ഇതിന് നമ്മളുടെ ആശുപത്രിയിലുള്ള ആധുനിക ഉപകരണങ്ങളിൽ ഞങ്ങളെ വളരെ സഹായിച്ചിട്ടുണ്ടെന്ന് പറയാതിരിക്കാൻ വയ്യ. കാരണം നമുക്കിവിടെ റിയൽ ടൈം, അതായത് സർജറി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ സ്പൈനൽ കോഡിൻ്റെ പ്രവർത്തനം നിരീക്ഷിക്കാനുള്ള സംവിധാനമുണ്ട്. അത് അതിൻ്റെ അകത്ത് യൂസ് ചെയ്തിരുന്നു. പിന്നെ ഇതെല്ലാം നമുക്ക് എടുത്തോ ഇല്ലയോ എന്ന് നമുക്ക് ചകഞ്ഞ് നോക്കാൻ പറ്റാത്തൊരു സ്ഥലത്താണ്. അതുകൊണ്ട് ഇതെല്ലാം എടുത്തു കഴിഞ്ഞിട്ട് എന്തെങ്കിലും അവശേഷിക്കുന്നുണ്ടോ അല്ലെങ്കിൽ അത് എന്തെങ്കിലും ബാക്കി ഇരിക്കുന്നത് എടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഓപ്പറേഷൻ ചെയ്യുമ്പോൾ തന്നെ CT സ്കാൻ എടുക്കാനുള്ളൊരു സൗകര്യം നമുക്കുള്ളത് കൊണ്ട് മാത്രമാണ് ഇത് നമുക്കിവിടെ ചെയ്യാൻ പറ്റിയത്. ടൈഗർ ഫിഷ് ഗണത്തിൽപ്പെടുന്ന ഈ മത്സ്യത്തിൻ്റെ ആക്രമണം മാലിദ്വീപ് നിവാസികൾ മുമ്പും നേരിട്ടിരുന്നു. വിദഗ്ധ ചികിത്സ ലഭിക്കാത്തതിനാൽ പലരും മരണത്തിന് കീഴടങ്ങുകയായിരുന്നു. അമൃത ന്യൂസ്, കൊച്ചി.